ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ നിത്യജീവന്റെ മൊഴികൾ എന്ന വചന പരമ്പരയിൽ അടിയന് വന്ന് പ്രസംഗിക്കുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. ഇതിന് അവസരം തന്ന എല്ലാ അഡ്മിന്മാരോടുമുള്ള നന്ദിയെ ഈ തരുണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഞങ്ങളെ ഫേസ്ബുക്കിലും വാട്സപ്പിലും യൂട്യൂബിലും ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവനാമത്തില് വന്ദനം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന യേശു ക്രിസ്തുവിന്റെ വരവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണല്ലോ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിലല്ല 5-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുതിയിട്ടുള്ളത് 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം. അപ്പൊ ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. ഇപ്പൊ തൃത്വക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് സിംഹാസനത്തിൽ ഇരിക്കുന്ന 3 പേരുണ്ട്, ഐക്യത്തിലിരിക്കുന്ന 3 പേര് അല്ലേ. ഇപ്പൊ നമ്മള് ഭൂമിയിലെ സംഘടനകളിലൊക്കെ നോക്കുകയാണെങ്കിൽ ആ സംഘടനകളിലൊക്കെ ഓരോരോ സിംഹാസനങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മള് യാക്കോബായ ഓർത്തഡോക്സ് സംഘടനകൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു സിംഹാസനമുണ്ട്, അന്ത്യോക്യ സിംഹാസനം എന്നും. അത് യാക്കോബാക്കാരാണെങ്കിൽ അന്ത്യോക്യ സിംഹാസനവും, മറ്റേത് ഇന്ത്യയിലുള്ള ഓർത്തഡോക്സിന്റെ സിംഹാസനം, അങ്ങനെ പല ടൈപ്പിലുള്ള സിംഹാസനങ്ങൾ നമുക്ക് ഭൂമിയിൽ നോക്കുമ്പോൾ കാണാം. പക്ഷെ ഇതൊന്നും ദൈവവുമായി യാതൊരു ബന്ധവും ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമാണ്. ഇതെല്ലാം മനുഷ്യന്റെ ചിന്തകളിൽ ഊരിത്തിരിഞ്ഞ ഒന്ന് മാത്രമാണ് ഈ സിംഹാസനങ്ങൾ എന്ന് പറയുമ്പോൾ അല്ലെ. കാത്തലിക് എന്ന സംഘടനയ്ക്കാണെങ്കിൽ അതിന് ഒരു പോപ്പുണ്ട്. എവിടെയാണ് അത്? ഇറ്റലിയിലാണ്. അപ്പം ഇതെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിന്റെ സിംഹാസനം, അതായത് നമ്മുടെ ദൈവത്തിന്റെ സിംഹാസനം, നമുക്ക് 3 ദൈവങ്ങളില്ല, 3 വ്യക്തികൾ കൂടുന്ന ദൈവവുമില്ല. അപ്പൊ പിതാവാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അല്ലെ. അപ്പോ പിതാവാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അത് മാറ്റുവാൻ ഈ ലോകത്ത് ആർക്കും അവകാശമില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? വലങ്കയിൽ അകത്തും പുറത്തും എഴുതിയിട്ടുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ട ഒരു പുസ്തകം കണ്ടു. മുദ്രയാൽ, അപ്പൊ 7 മുദ്രയാൽ, അതായത് തികച്ചും ഭദ്രവും പൂർണ്ണമായ മുദ്ര ചെയ്യപ്പെട്ടത് എന്നർത്ഥം. അപ്പൊ 7 മുദ്ര എന്നവിടെ പറയുന്നുണ്ട്. മുദ്രയിടപ്പെട്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അപ്പൊ ഈ പുസ്തകം എഴുതാൻ ഉപയോഗിക്കുന്ന തുകൽ ചുരുളുകൾ അല്ലെങ്കിൽ പേപ്പർ ചുരുൾ പോലെയുള്ള ചുരുള് വയ്ക്കാറുണ്ട്. യഹൂദന്മാർ തങ്ങളുടെ പള്ളികളിൽ ഇത്തരം ചുരുളുകളിൽ ഉപയോഗിച്ചിരുന്നു. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, 4-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം, യെശയ്യാവിന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി എന്ന് അവിടെ വായിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരസ്യകാല ശുശ്രൂഷയുടെ കാലത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകത്തെ കുറിച്ച് അല്ലെ. ഇനി എബ്രായർ ലേഖനം 10:7 നമ്മൾ വായിക്കുന്നു. എബ്രായർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, എബ്രായർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം, അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വരുന്നു, പുസ്തകച്ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് അവൻ പറയുന്നു എന്ന് പറയുന്നു. അപ്പം മറ്റൊരാൾ വരുന്നതാണ് പല തൃത്വക്കാരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. മറ്റൊരാൾ വരുന്നു അല്ലെ, മറ്റൊരാൾ അല്ലെ. അപ്പോ അതിന് ഉത്തമ ഉദാഹരണം എന്ന് പറയുന്ന യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യോഹന്നാൻ 2 പേരാക്കാനും 3 പേരാക്കാനും ശ്രമിക്കുന്നില്ല. പക്ഷെ പലരുടെയും അഭിപ്രായത്തിൽ വചനം എന്നൊക്കെ കണ്ടപ്പോൾ പലരും വിചാരിച്ചത് എന്താണ്, ഇത് ചിലപ്പോ 2ാമത്തെ ആളാണ് ഈ വന്നിരിക്കുന്നെന്നുള്ള ഒരു ചിന്ത അല്ലെ. ഫിലോസഫിക്കൽ ചിന്താഗതി അല്ലെ, ഒരു ഫിലോസഫിയാണ് ഉണ്ടാകുന്നത്.
അവിടെ രണ്ടുപേരുണ്ട്. ഫിലോസഫിക്കൽ ആണ്. ഫിലോസഫിക്കൽ എന്ന് പറയുമ്പോൾ ഈ ലോകത്തിന്റെ ചിന്താഗതിയാണ്, തത്വചിന്ത എന്നുള്ള അർത്ഥത്തിലാണ് അത് വരുന്നത്. അപ്പൊ ദൈവവചനവും തത്വചിന്തയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ദൈവവചനങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഫിലോസഫിക്ക് ഇതിനകത്ത് പ്രാധാന്യമൊന്നുമില്ല, കാരണം ദൈവത്തിന്റെ വചനമാണ്, അല്ലെ? ഫിലോസഫിയിലാണ് പല ആളുകളും 3 പേരുണ്ടെന്നും 3 വ്യക്തികൾ ഉണ്ടെന്നും തെളിയിക്കുന്നത്. തത്വചിന്ത, അല്ലെ? തത്വചിന്തയിലാണ് ചിന്തിക്കുന്നത്. കാരണം ഒരാള് സ്വർഗത്തിലിരിക്കുമ്പോൾ ഒരാൾ ഇവിടെ ഭൂമിയിൽ കൂടി നടക്കുന്നു എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി എന്നുള്ളതാണ്, അല്ലെ? യോഹന്നാന്റെ സുവിശേഷം 1:45 വായിക്കുന്നു, ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ടു, അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസേഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. അപ്പൊ പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത് എന്താണ്? പഴയ നിയമത്തിൽ ഒരിടത്തും പിതാവല്ലാതെ മറ്റൊരു ദൈവത്തെ കുറിച്ചോ മറ്റൊരു വ്യക്തിയെ കുറിച്ചോ പറയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം, അല്ലെ? ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള പുസ്തകങ്ങളിൽ പിതാവായ ദൈവത്തെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ, അവൻ ഏകനാണ് എന്നാണ് മോശ പഠിപ്പിച്ചിരിക്കുന്നത്. ആ മോശ പറഞ്ഞ ആ വ്യക്തിയെ ഫിലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറയുകയാണ്. അപ്പൊ എന്താണ്? ഒരാളെ കുറിച്ച് അവിടെ പറയുന്നുള്ളൂ, 2ഉം 3ഉം വ്യക്തികളില്ല, അല്ലെ? യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായി എന്നാണ് പറയുന്നത്, അല്ലെ? പരിശുദ്ധാത്മാവിനാൽ ജഡം ധരിച്ച്, അതായത് ദൈവത്തിന്റെ ആത്മാവിനാൽ എന്ന് പറഞ്ഞാൽ ദൈവം ആത്മാവാണ്, വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ? തൃത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം 3ാമത്തെ വ്യക്തി തത്വചിന്തയാണ്, അല്ലെ? അനിൽ കൊടിത്തോട്ടം പാസ്റ്ററൊക്കെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വ്യക്തി എന്ന് പറഞ്ഞാൽ 3ാമതൊരു വ്യക്തി ഉണ്ട്, അല്ലെ? പലപ്പോഴും അവരതിനു വേണ്ടി എനിക്ക് പകരം ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് പകരം കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തരേണ്ട അല്ലെ ബുദ്ധി ഉപദേശിക്കുന്ന ഒരു കാര്യസ്ഥനെ മറ്റൊരു കാര്യസ്ഥനെ എന്നൊരു വാക്യമാണ് അവർക്ക് പൂർണ്ണമായിട്ടും വരുന്നത്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു? മറ്റൊരു വാക്യം അവരെന്ത് ചെയ്യുന്നു? വിഴുങ്ങിക്കളയുന്നു. കാരണം എന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്നുള്ള വാക്യം അവര് വിഴുങ്ങിക്കളയുന്നു എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ നാമത്തിൽ എന്ന് പറയുമ്പോൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അയക്കാനുള്ള പരിശുദ്ധാത്മാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അവര് വിട്ട് കളഞ്ഞിട്ടാണ് ഇവിടെ മറ്റൊരാളെ കയറി പിടിച്ചിരിക്കുന്നത്, ആ വാക്യത്തിൽ പിടിച്ചിരിക്കുന്നത്. അപ്പൊ അത് നോക്കുന്നില്ല, ഇത് മാത്രമേ അവർ നോക്കുന്നില്ല. അപ്പൊ ഇത് രണ്ടും നോക്കണം. ഇത് രണ്ടും നോക്കിയെങ്കിൽ മാത്രമേ ഏകനാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോ അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ എന്താണ് രണ്ടാക്കാനുള്ള ശ്രമത്തില് എന്ത് ചെയ്യും? ഈ 2 പേര് ഉണ്ട് എന്ന് അവരെന്ത് ചെയ്യും? വാദിക്കും എന്നുള്ളതാണ് അവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. എങ്ങനെയെങ്കിലും 2 പേരെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോ തൃത്വക്കാരുടെ ഒരു പ്രത്യേകത അതാണ്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കണം, അവിടെ എന്താണ്? യഹൂദന്മാരുടെ, അല്ലെ? യഹൂദന്മാരുടെ പുസ്തകത്തിലുമൊക്കെ ഒരു മുദ്രയിട്ടൊരു പുസ്തകം, ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ? അപ്പൊ ആ പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആരുള്ളൂ എന്ന് അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായ ദൂതനെയും കണ്ടു. അപ്പൊ യോഗ്യനായ ആരുള്ളൂ എന്ന് പറയുമ്പോൾ ഈ പുസ്തകത്തില് മുദ്ര പൊട്ടിക്കുന്നതും അത് തുറന്നു കാണിക്കുന്നതും അധികാരത്തിന്റെയും ശക്തിയുടെയുമായ ഒരു വിഷയമല്ല, പ്രത്യുത യോഗ്യതയാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പൊ യോഗ്യത വേണം, അല്ലേ? അപ്പൊ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ ഈ പുസ്തകം തുറക്കാൻ പറ്റുകയുള്ളൂ. ആ യോഗ്യത ഉള്ള ഒരു വ്യക്തിയെ അവിടെ കണ്ടെത്തുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. എന്താണ്? പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലെ ഭൂമിക്ക് കീഴിലോ ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായ ആരെയും കാണായികൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. അപ്പോ യോഹന്നാൻ അവിടെ എന്തോ മറന്നുപോയി, അതുകൊണ്ടാണ് അവൻ കരയുന്നത്, അല്ലെ? അതിന്റെ അടുത്ത വാക്യത്തിൽ പറയുന്നു, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പം ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായ യേശുക്രിസ്തു എന്ത് ചെയ്തു? ആ മുദ്ര തുറക്കുവാനുള്ള
തക്കവണ്ണം എന്ത് ചെയ്തിരിക്കുന്നു? ജയം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ആ ദൈവത്തിന്റെ തന്നെ ജഡത്തിലുള്ള വെളിപ്പാട്, ആ ദൈവത്തിന്റെ തന്നെ മനുഷ്യത്വം, അല്ലെങ്കിൽ ആ ദൈവം മനുഷ്യനായി തീർന്ന, അല്ലെ, ഏക ദൈവം മനുഷ്യനായി തീർന്ന് യേശു ക്രിസ്തു ആ പുസ്തകം തുറക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ സത്യം എന്ന് പറയുന്നത്, അല്ലെ? തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ആൾ വരണം ഇത് തുറക്കണമെങ്കിൽ. രണ്ടാമത്തെ ആൾ ആരാണ്? യേശു ക്രിസ്തുവാണ്, അല്ലെ? അപ്പം തൃത്വക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടി ഐക്യതയിലിരിക്കുന്ന ഒരു ഐക്യതയിലുള്ള ഒരു ഇതിലാണ് ഇരിക്കുന്ന മൂന്ന് വ്യക്തികൾ. അങ്ങനെ ഒരു കാര്യമേ പറയുന്നില്ല. യേശു ക്രിസ്തുവിന്റെ ജന്മത്തിൽ പറയുന്നത് എന്താണ്? ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ. അപ്പൊ എത്ര ദൈവമായി? നമ്മളുടെ കൂടെ ഇരിക്കുന്നതെല്ലാം ഒരു ദൈവം തന്നെ, ഒറ്റ ഒരാൾ തന്നെയാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത്, അല്ലെ? ദൈവം നമ്മോട് കൂടെ എന്ന് പേരുള്ള ഇമ്മാനുവേൽ എന്ന പേര് യേശു ക്രിസ്തുവിന് കൊടുക്കണം. എന്തുകൊണ്ടാ? ആ ദൈവത്തിന്റെ തന്നെ ജഡത്തിലുള്ള വെളിപ്പാടായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ ദൈവം മനുഷ്യനായി തീർന്നത് കൊണ്ടാണ് ആ പേരിടാൻ പറഞ്ഞത്. അല്ലെങ്കിൽ മറ്റൊരാളായിരുന്നു, അല്ലെ? മറ്റൊരാളുടെ പേരായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്, അല്ലെ? ഞാൻ വന്ന് രക്ഷിക്കും. പഴയ നിയമത്തിൽ പറയുന്നത് ഞാൻ വന്ന് രക്ഷിക്കും. പിതാവായ ദൈവം തന്നെ പറഞ്ഞു ഞാൻ വന്ന് രക്ഷിക്കും. ഞാൻ എങ്ങനെ വരും? മനുഷ്യനായിട്ട് വെളിപ്പെടും, ഞാൻ പുത്രനായിട്ട് വെളിപ്പെടും. അങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് താൻ കിടന്നു വരുന്നത് എന്നുള്ളതാണ്, അല്ലെ? പിതാവിൽ നിന്ന് മരിക്കുകയല്ല. പിതാവ് എന്ന് പറയുമ്പോൾ എന്താണ്? സകല ജഡങ്ങളുടെ ഉടയവനായ ദൈവമാണ്, അല്ലെ? ആകാശം ഭൂമി നിറഞ്ഞു നിൽക്കുന്നവനാണ്. അതാണ് അവന്റെ പിതാവ്, അല്ലെങ്കിൽ അവന്റെ ദൈവത്വം എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ അതുകൊണ്ടാണ് യഹൂദന്മാർ ചോദിക്കുമ്പോൾ മനുഷ്യരായിരിക്കുന്ന എന്നെ നിങ്ങൾ കൊല്ലുവാൻ തുടങ്ങുന്നുവോ, അല്ലെ? മനുഷ്യനായിട്ട് നിൽക്കുന്ന എന്നെ കൊല്ലുവാൻ നോക്കുന്നുവോ? അപ്പൊ ദൈവമായിരുന്നെങ്കിൽ നിങ്ങളത് സമ്മതിക്കുമോ? ഞാൻ വെളിച്ചങ്ങളുടെ പിതാവാണെന്ന് നിങ്ങൾക്ക് ബോധ്യമായിരുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ കൊല്ലത്തില്ലായിരുന്നു, അല്ലെ? നിങ്ങൾ എന്നെ കൊല്ലുവാനായിട്ട് ഒരുങ്ങത്തില്ലായിരുന്നു എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. മനുഷ്യനായത് കൊണ്ട് അവനെ കൊല്ലാൻ ഒരുങ്ങും, അല്ലെങ്കിൽ അവനെ കൊല്ലാം എന്നുകൊണ്ട്, അല്ലെ? അങ്ങനെ ഉള്ളത് കൊണ്ട് എന്നുള്ളതാണ് ഒരു ചിന്ത. മനുഷ്യനെപ്പോഴും എന്താണ്? ഈ മനുഷ്യനെപ്പോഴും ഏകനായിട്ട് നിൽക്കാൻ കഴിയുമോ? മനുഷ്യന് ഒരു സഹായമില്ലാതെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ, ഒരു ജനതയുടെ സഹായമില്ലാതെ ഒരു മനുഷ്യൻ ജീവിക്കാൻ പറ്റത്തില്ല. സമൂഹത്തിന്റെ സഹായം അവന് വേണം. അപ്പൊ യേശു ക്രിസ്തുവിനെ അവർ നോക്കുമ്പം കുറെ അധികം എന്താണ്? രോഗസൗഖ്യങ്ങൾ ചെയ്യുന്നു, അത്ഭുതങ്ങൾ കാണിക്കുന്നു, അടയാളങ്ങൾ കാണിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ പലരുടെയും മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്താഗതി എന്താണ് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇവൻ ഏകനായി നിന്ന് മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നു, അല്ലെ? അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്? ഞാൻ മനുഷ്യനായി നിന്ന് തന്റെ പ്രവൃത്തി എങ്ങനെയാണ് ചെയ്യുന്നത്? അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട് എന്ന് കർത്താവ് യേശു ക്രിസ്തു പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ ജഡത്തിലുള്ള വെളിപ്പാടിൽ ദൈവത്തിന്റെ പ്രവർത്തനം ഉണ്ട് എന്നാണ് പറയുന്നതിന്റെ അർത്ഥം. കാരണം ഞാൻ ഏകനല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ഏകനായ ദൈവം തന്റെ കൂടെയുണ്ട്, തന്നിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ദൈവത്വമുണ്ട് എന്നാണ് യേശു ക്രിസ്തു പറയുന്നതിന്റെ പ്രധാനമായ പൊരുളെന്ന് പറയുന്നത്, അല്ലെ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം എന്താണ് ഇവിടെ വായിക്കുമ്പോൾ തന്നെ, യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു. അവൻ ക്രൂശിന്മേൽ എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായിട്ട് രക്തം ചീന്തി മരിച്ച് അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു, അല്ലെ? എന്തിനു വേണ്ടി? നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി. ആ കാര്യം ഇവിടെ പറയുകയാണ്, ജയം പ്രാപിച്ചിരിക്കുന്നു, അല്ലെ? ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ. അവിടെ ശ്രദ്ധിക്കണം, ദാവീദിന്റെ പേരുമായവൻ. ആരാണ് ഈ ദാവീദിന്റെ പേര്? നമ്മൾ വായിക്കുമ്പോ യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. 11-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ 10-ാമത്തെ വാക്യത്തിൽ അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന യിശ്ശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും, അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. നമുക്ക് ഒന്നുകൂടി ഒന്ന് വായിക്കാം. 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം കൂടി വായിക്കാം. എന്നാൽ യിശ്ശായിയുടെ കുറ്റിയിൽ നിന്നും ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന്
ഉള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അപ്പൊ ദൈവത്തിന്റെ ജഡത്തിലുള്ള ആ വെളിപ്പാട് അല്ലെ, അതെങ്ങനെയാണ് സംഭവിക്കുക? പരിശുദ്ധാത്മാവിനാൽ ഒരു ജഡം ധരിക്കുന്നു. ആ ജഡത്തിന് മേൽ അല്ലെ ദൈവം നിർമ്മിച്ച എന്റെ ശരീരം, തനിക്ക് വേണ്ടി നിർമ്മിച്ച ആ ശരീരം നശിക്കുവാൻ, അതായത് മനുഷ്യർക്ക് വേണ്ടി ഉടയുവാൻ താൻ നിർമ്മിച്ച ആ ശരീരത്തിൽ എന്ത് ചെയ്യുന്നു? ദൈവത്തിന്റെ ആത്മാവ് വരുന്നു. ആ ആത്മാവ് എന്ത് ചെയ്യുന്നു? എങ്ങനെയുള്ള ആത്മാവാന്ന് പറഞ്ഞു? ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ യഹോഭക്തിയുടെ ആത്മാവ് തന്നെ. അല്ലേ? ഇത് തത്വജ്ഞാനമല്ല, ഇത് ദൈവവചനം പറയുന്നതാണ്. നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ അതിങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. ആൻഡ് ദ സ്പിരിറ്റ് ഓഫ് ദി ലോർഡ് ഷാൽ റെസ്റ്റ് അപ്പോൺ ഹിം, ദ സ്പിരിറ്റ് ഓഫ് വിസ്ഡം ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, ദ സ്പിരിറ്റ് ഓഫ് കൗൺസിൽ ആൻഡ് മൈറ്റ്, ദ സ്പിരിറ്റ് ഓഫ് നോളജ് ആൻഡ് ഓഫ് ദ ഫിയർ ഓഫ് ദ ലോർഡ്. അപ്പൊ എങ്ങനെയാണ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മള് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു വരുമ്പോൾ തന്നെ എന്താണ്? ദൈവത്തിന്റെ ഈ അത്ഭുതകരമായ കാര്യത്തെ കുറിച്ച് വളരെ വ്യക്തമാണ് ഇതെല്ലാം, അല്ലെ? യെശയ്യാവിന്റെ പുസ്തകം 53:2 ഞാൻ വായിക്കുകയാണ്. യെശയ്യാവിന്റെ പുസ്തകം 53:2. അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. നമുക്ക് 53:1 മുതൽ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവിടെ ശ്രദ്ധിക്കണം, യഹോവയുടെ ഭുജം. അവിടെ ശ്രദ്ധിക്കണം, യഹോവയുടെ രണ്ടാമനല്ല വെളിപ്പെട്ടത്, യഹോവയുടെ ഭുജമാണ് വെളിപ്പെട്ടതെന്നാണ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നത്. യഹോവയുടെ ഭുജം വെളിപ്പെട്ടു, അല്ലെ? ആകാശവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന യഹോവയായ ദൈവത്തിന്റെ ഭുജം, കരം, അല്ലെ? കൈ വെളിപ്പെട്ടു. എങ്ങനെയാണ്? അവൻ ഇളയ തൈ പോലെയും വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, എന്നാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും ദർശനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചു അടിച്ചും ദണ്ഡിപ്പിച്ചു ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. അവിടെ ശ്രദ്ധിക്കണം, വളരെ വ്യക്തമായിട്ട് മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു കാര്യം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവം ഇവനെ അടിച്ച് ദണ്ഡിപ്പിച്ചിരിക്കുകയാണെന്ന് മനുഷ്യൻ ചിന്തിക്കുകയാണ്. അങ്ങനെയല്ല, എന്റെയും നിന്റെയും പാപത്തിന് വേണ്ടിയാണ് അവനത് ചെയ്യേണ്ടി വന്നത്, അല്ലേ? അവന് ഒരു മനുഷ്യനായിട്ട് വെളിപ്പെടേണ്ടി വന്നത്, അല്ലെ? അവന്റെ കരം വെളിപ്പെട്ടത് എങ്ങനെയാണ്? മനുഷ്യനായിട്ട് അവൻ വെളിപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? നിന്നെയും എന്നെയും രക്ഷിക്കുവാൻ വേണ്ടിയായിരുന്നു. വളരെ വ്യക്തമാണ്. ഇവിടെ തത്വചിന്തയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല, പ്രിയ സഹോദരങ്ങളെ. അപ്പൊ എന്താണ്, ഇതൊരു തത്വചിന്തയാണോ? അല്ല. റോമർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോ, റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 15:12 15-ാം അധ്യായം 15-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം. ഈശോയുടെ വേരും ജാതികളെ ഭരിപ്പാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാകും, അവനിൽ ജാതികൾ പ്രത്യാശ വെക്കും. അപ്പൊ നമുക്കത് മനസ്സിലായി. എങ്ങനെയാണത്? ദൈവത്തിന്റെ കരം വെളിപ്പെടുകയായിരുന്നു, അല്ലേ? ദൈവത്തിന്റെ വെളിപ്പെടൽ, അവന്റെ കരം വെളിപ്പെടുന്നു എന്നുള്ളതാണ്. ദൈവം തന്നെയാണ് വെളിപ്പെടുന്നത്. അവൻ മനുഷ്യനായിട്ട് വെളിപ്പെടുന്നു, ആ കരം, അല്ലേ? അപ്പോ അങ്ങനെയുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യെശയ്യായുടെ പേരും ജാതികളെ ഭരിക്കാൻ എഴുന്നേൽക്കുന്നവനുമായവൻ ഉണ്ടാവും, അവൻ ജാതികൾ എന്ത് ചെയ്യും?
പ്രത്യാശ വയ്ക്കും എന്ന് യെശയ്യാവ് പറയുന്നു. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളുടെ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്ന സകല സന്തോഷവും സമാധാനം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്ന് അവിടെ പറയുന്നു. അപ്പൊ എന്താണ്? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടിനെ തന്നെയാണ് അത് കാണിക്കുന്നത്, അല്ലേ? അപ്പൊ ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെ നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട പോലെ നിൽക്കുന്നത് കണ്ടു. ഇതൊക്കെ കാണുമ്പോൾ തൃത്തക്കാർ വിചാരിക്കുന്നുണ്ട് ഈ 4 കാലും തലയുള്ള ആടിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്നാണ് പല ആളുകളും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. അതാണ് അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത്, അല്ലേ? ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന ശരീരത്തെ കുറിച്ചാണ്, അല്ലെ? ദൈവം മനുഷ്യനായി വെളിപ്പെടുവാൻ ഒരു ശരീരം എടുത്തു, അല്ലെ? മറിയയുടെ ഉദരത്തിൽ വന്ന് ജനിച്ച് അവനൊരു ശരീരം എടുത്തു. ആ ശരീരം എന്താണ്? ആ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടെയാണ് ആ ശരീരത്തോടെ അവൻ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, അല്ലേ? സിംഹാസനത്തിന് നടുവിലും പ്രപഞ്ചത്തിലെ പരമാധികാരിയായ ഭരണത്തിന്റെ കേന്ദ്ര ബിന്ദു ആരാണ്? കർത്താവ് യേശു ക്രിസ്തുവാണ്. അപ്പം ഒരു കുഞ്ഞാട്, അപ്പൊ കുഞ്ഞാട് എന്ന് പറയുമ്പോൾ എന്താണ്? വലാട് 4 കാലും തലയുമുള്ള ആട് എന്നുള്ളതാണ്. സിംഹാസന നടുവിൽ പ്രപഞ്ചത്തിന്റെ പരമ അധികാര ഭരണത്തിന്റെയും കേന്ദ്ര ബിന്ദു ആരാണ്? യേശു ക്രിസ്തുവാണ്. വളരെ ചിന്തിക്കണം. മത്തായിയുടെ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. 17-2 നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടത് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. അപ്പൊ ദൈവം മനുഷ്യനായി വെളിപ്പെടുന്നതിന്റെ വലിയ ഒരു കാര്യം തന്നെയാണ്. അതിന്റെ 17-3 നമ്മൾ വായിക്കുന്നു, ഏക സത്യ ദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നത് തന്നെയാണ് നിത്യജീവനാകുന്നു, അല്ലേ? നമ്മള് കർത്താവ് യേശു ക്രിസ്തുവിനെ എങ്ങനെ കാണുന്നു? ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടായിട്ടാണോ കാണുന്നത്? അതോ 2-ാമത്തെ വ്യക്തിയായിട്ടാണോ കാണുന്നത്? അതോ 2-ാമത്തെ ദൈവമായിട്ടാണോ നിങ്ങൾ കാണുന്നത്? നിങ്ങൾ തന്നെ നിശ്ചയിക്കുക. ഈ 3 ഏതിലാണ് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കാണുന്നത്, അല്ലേ? അപ്പോ നമുക്കിവിടെ ബോധ്യമാകുന്നു, നമുക്ക് ഏക സത്യ ദൈവമേ ഉള്ളൂ. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് പോലും നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പ്. എന്തുണ്ടെന്ന് പറഞ്ഞ് 7 കൊമ്പുണ്ട്. പഴയ നിയമത്തില് 7 കൊമ്പ് അധികാരത്തിന്റെയും ശക്തിയുടെയും ബലത്തിന്റെയും പ്രതീകമാണ്. അപ്പൊ 7 കൊമ്പുകൾ, അല്ലെ? 7 കൊമ്പുകൾ. 7 കൊമ്പുകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് അവിടെ. 7 കൊമ്പുകൾ ക്രിസ്തുവിന് ഉണ്ടായിരുന്നു എന്നത് അവന്റെ പൂർണ്ണതയെ കാണിക്കുന്നു എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ പൂർണ്ണതയാണ് 7 കൊമ്പുകൾ, 7 ആത്മാവ്, 7 കൊമ്പ്. ഇതൊക്കെ ദൈവത്തിന്റെ പൂർണ്ണതയാണ്. 7 ദൈവാത്മാക്കൾ എന്ന് പറയുന്നുണ്ട്, അല്ലെ? അടുത്ത 7 ദൈവാത്മാക്കൾ. 7 ദൈവാത്മാക്കൾ എന്താണ്? ദൈവത്തിന്റെ സിംഹാസനം അതുപോലെ സർവഭൂതലത്തിലുമുണ്ട്, അല്ലെ? 7 ആത്മാവാകുന്നു, അല്ലെ? 7 ആത്മാവ്. സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന 7 ആത്മാവാകുന്ന 7 കണ്ണുകളെ കുറിച്ച് ദൈവത്തിനെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സക്കറിയാവിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 7 കണ്ണുകൾ, അല്ലെ? 7 കണ്ണുകളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 7 കണ്ണുകൾ. എന്തിനാണ് 7 കണ്ണുകൾ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 7 കണ്ണുകൾ എന്തിനാണ്? യഹോവയ്ക്ക് ഊടാടി സഞ്ചരിക്കുവാനാണെന്ന് സക്രിയാവിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അല്ലേ? അപ്പൊ 7 കണ്ണുകൾ അല്ലെങ്കിൽ 7 ആത്മാക്കളുള്ള ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്, നമ്മൾ സ്തുതിക്കുന്നത്, അല്ലേ? അപ്പൊ 7 കണ്ണുകൾ എന്തിനാണ് എന്ന് സക്കറിയാവ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്?
7 കണ്ണുകൾ എന്തിനു വേണ്ടിയാണ്? ഊടാടി സഞ്ചരിക്കുവാൻ. യഹോവയായ ദൈവം എന്തിനു വേണ്ടിയാണ് ഈ 7 കണ്ണുകൾ അവന്? 7 ആത്മാക്കളാകുന്ന 7 കണ്ണുകൾ അവൻ എന്തിനാണ് അത് നൽകി അത് ഉള്ളത് എന്ന് പറയുമ്പോൾ അവന് ഊടാടി സഞ്ചരിക്കുവാനായിട്ടാണ് എന്ന് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, അല്ലേ? അപ്പോ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ദൈവം കർത്താവായ യേശു ക്രിസ്തു എങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വെളിപ്പെട്ടത്, അല്ലെ? 7 കണ്ണുകൾ ഉള്ള ഒരു ആത്മാവാണ്, 7 കണ്ണുകൾ അല്ലെങ്കിൽ 7 ആത്മാവുള്ള ആ ദൈവം, അല്ലെ? 7 കണ്ണുകളാകുന്ന 7 ആത്മാവുള്ള ദൈവത്തിന്റെ ഒരു ആത്മാവാണ് ഭൂമിയിലേക്ക് വെളിപ്പെട്ടു വന്നത് എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അത് ആ ദൈവത്തിന്റെ തന്നെ ഭാഗമാണ്, അല്ലാതെ രണ്ടാമത്തെ വ്യക്തി അല്ല എന്നുള്ളതാണ് പ്രധാനമായ സത്യം എന്ന് പറയുന്നത്, അല്ലേ? 7 കണ്ണുകളുള്ള 7 ആത്മാവാകുന്ന ദൈവം, അല്ലെ? 7 കണ്ണുകൾ 7 ആത്മാക്കളാകുന്നു എന്നുള്ളതാണ് യഹോവയായ ദൈവത്തെ കുറിച്ച് നമുക്ക് പഠിക്കുമ്പോൾ കണ്ടോ. നമ്മള് സക്കറിയാവിന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കുന്നു, സർവ്വഭൂമിയിലും ഊടാടി ചെല്ലുന്ന യഹോവയുടെ ഈ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലുള്ള തൂക്കുകെട്ട കണ്ട് സന്തോഷിക്കുന്നു എന്ന് അവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നു. അപ്പൊ സർവ്വഭൂമിയിൽ ഊടാടി ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണുകൾ. അപ്പം വളരെ ചിന്തിക്കേണ്ട ഒരു സത്യം തന്നെയാണ് യഹോവയുടെ 7 കണ്ണുകൾ, അല്ലെ? 7 ആത്മാവാകുന്ന 7 കണ്ണുകളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിലൊന്നാണ് നമ്മളിപ്പോൾ വായിച്ച യെശയ്യാവിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോ നമ്മൾ കണ്ട ആ കാഴ്ച എന്ന് പറയുന്നത്, അല്ലെ? യെശയ്യാവിന്റെ പുസ്തകം നമുക്ക് ഒന്നുകൂടി വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. യെശയ്യാവ് 11-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം. എന്നാൽ യിശ്ശയ്യായുടെ കുറ്റിൽ നിന്ന് ഒരു മുള പൊട്ടി പുറപ്പെടും, അവന്റെ വേലിൽ നിന്ന് ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം താൻ തനിക്കായി നിർമ്മിച്ചിരിക്കുന്ന ശരീരത്തിൽ തന്റെ ആത്മാവ് വരും, അങ്ങനെ താൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ വെളിപ്പെടും എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള സത്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ 7 കണ്ണുകളുണ്ട്, അല്ലെ? 7 ദൈവാത്മാക്കളാകുന്ന 7 കണ്ണുകൾ ഉള്ള ദൈവത്തെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. സക്കറിയാവിന്റെ 4-7 നമ്മൾ പഠിച്ചു. നമ്മുടെ ദൈവത്തിന് 7 കണ്ണുകളെ കുറിച്ച് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ എന്താണ്? ആ 7 കണ്ണുകളിൽ ഒന്നാണ്, അല്ലെങ്കിൽ 7 ആത്മാവിൽ ഒന്നാണ് മനുഷ്യനായിട്ട് വെളിപ്പെട്ടത് എന്നുള്ളതാണ് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇത് 1-ാമത്തെ വ്യക്തിയോ 2-ാമത്തെ വ്യക്തിയോ ആണ് എന്ന് അവിടെ പറയുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനമായ സത്യം എന്ന് പറയുന്നത്. അവൻ വന്ന് സിംഹാസനത്തിന് ഇരിക്കുന്നവന്റെ വലം കൈയിൽ നിന്നും പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗവും നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ, നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി, അല്ലേ? രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തെയാണ് വിലയ്ക്ക് വാങ്ങിയവരുടെ കൂട്ടത്തിൽ കാണുന്നത്, അല്ലെ? ദൈവം തെരഞ്ഞെടുത്തവർ, ദൈവം രക്ഷിക്കപ്പെട്ട് തന്റെ സഭയോട് ചേർത്തവർ, തന്നോട് ചേർത്തവർ, അല്ലേ? തന്റെ കൂടെ നിർത്തിയവർ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്, അല്ലെ? അപ്പൊ എന്താണ്? സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതികളിൽ നിന്നുള്ള ദൈവത്തിന് ഈ വിലയ്ക്ക് വാങ്ങി. അപ്പൊ അതെല്ലാം ഉണ്ട്. കർത്താവ് രക്തം ചൊരിഞ്ഞ് ഉണ്ട്. എന്താണ്? സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി, അല്ലേ? അങ്ങനെയാണ്. എന്താണ് അവിടെ മനസ്സിലാക്കണം? ദൈവം മനുഷ്യനായി വെളിപ്പെട്ട് എന്താണ് ചെയ്തത്? സകല രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിൽ നിന്നുള്ളവരെ ദൈവത്തിനായിട്ട് വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവർ രാജ്യവും പുരോഹിതനുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു എന്നുള്ളതാണ്, അല്ലെ? അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. പിന്നെ ഞാൻ
ദർശനത്തിൽ സിംഹാസനത്തിന് ജീവികളുടെ മൂപ്പന്മാരുടെ ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ട അവരുടെ എണ്ണം 10,000 10,000 എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മളും ആ കൂട്ടത്തിൽപ്പെട്ടവരാണോ? സർവഗോത്രത്തിൽ നിന്നും ഭാഷയിൽ നിന്നും വംശത്തിൽ നിന്നും ജാതിയിൽ നിന്നുള്ളവരെ, അല്ലെ? ആണോ എന്നുള്ളത് നമ്മൾ ഇന്ന് തന്നെ ഉറപ്പിക്കേണ്ടതാണ്, അല്ലേ? അതിനായി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് അവന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അവനെ സ്വീകരിക്കുന്ന ദൈവമക്കൾക്ക് മാത്രമേ അവൻ അവന്റെ സഭയോട് ചേർക്കുകയുള്ളൂ. അല്ലാത്തവരെ അവൻ ചേർക്കുകയല്ല. 3 ദൈവങ്ങളാണെന്നും 3 വ്യക്തികളാണെന്ന് പറയുന്നവർക്ക് യാതൊരു ചാൻസും ഇവിടെ ഇല്ല. കാരണം ദൈവം ഏകനാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇതിനകത്ത് ഭാഗവാക്കാകാൻ കഴിയത്തുള്ളൂ. ഫിലോസഫിയും അതുപോലെ തന്നെ തത്വചിന്തയും പിടിക്കുന്നവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ പ്രിയ സഹോദരങ്ങളെ. അപ്പൊ തത്വജ്ഞാനവും അതുപോലെ തന്നെ ഫിലോസഫിയും ഒന്നും ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഈ കാലങ്ങളിൽ ദൈവത്തെ രുചിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന്റെ 2ാം വരവിനായി കാത്തിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവത്തിനായി കർത്താവിനായി ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ. ആമേൻ.